കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലായ മെജുഗരെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ആരംഭിച്ചു. കഴിഞ്ഞ 40-40 വർഷക്കാലം പരിശുദ്ധ കന്യകാമറിയം മെജുഗരിയിൽ നൽകിയ ഓരോ സന്ദേശങ്ങളും ഈ ലോകത്തിന് ഏറ്റവും വിലപ്പെട്ട സന്ദേശങ്ങളായതിനാൽ നമ്മൾ അതിൻ്റെ അല്പസമയമെടുത്ത് മാക്സിമം സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, മെജുഗരയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ കഴിഞ്ഞ 40-40 വർഷങ്ങളായി എല്ലാ ദിവസവും വൈകുന്നേരം 6:40 മെജുഗരി ദർശകരിൽ ചിലർക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകമായ അവരുടെ ആ സന്ദേശങ്ങൾ ലഭിച്ച വ്യക്തികളുടെ ജീവിതങ്ങളെ നിങ്ങളെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എത്രമാത്രം ഒരുക്കത്തോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. ഉദാഹരണമായി, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു വികാരിയച്ഛൻ വരുന്നത് കേൾക്കുമ്പോൾ നാം എത്രമാത്രം, ഒരുപക്ഷെ ഒരു 5 മിനിറ്റ് വികാരിച്ചപ്പോൾ ഇരിക്കുള്ളൂ എങ്കിൽ തന്നെയും വീട് എത്രമാത്രം വെടിപ്പാക്കി നമ്മൾ എത്ര നീറ്റായിട്ട് വെക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളായി പരിഗണിക്കുന്ന ആരെങ്കിലുമൊക്കെ, നമ്മുടെ ആരെങ്കിലും ഗസ്റ്റ്, നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയും നമ്മുടെ വീടും പരിസരമൊക്കെ എത്രമാത്രം ശുചിയായി നമ്മൾ സൂക്ഷിക്കും. എന്നാൽ ചിന്തിക്കുകയാണ്, പരിശുദ്ധ അമ്മ എല്ലാ ദിവസവും ഈ മക്കളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധമ്മയെ സ്വീകരിക്കുവാൻ എത്രമാത്രം യോഗ്യതയുള്ളവരായി തങ്ങളെ തന്നെ അവർ ക്രമീകരിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ സ്വർഗ്ഗം അതിനുള്ള കൃപ ഈ മക്കൾക്ക് നൽകും. എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു എന്നത് മെജുഗരിയിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയാണ്. ഇനി പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ച ഈ മക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. വിസ്ക, മിരിയാന, മരിയ, ഇവാങ്ക എന്ന 4 പെൺകുട്ടികളും ഇവാൻ, യാക്കോബ് എന്ന 2 ആൺകുട്ടികളെയുമാണ് മെജുഗരിയിൽ സന്ദേശം നൽകുവാൻ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്തത്. ഇവർ ടീനേജ് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു. യാക്കോബ് മാത്രം അല്പം കൂടി കൊച്ചുകുട്ടിയായിരുന്നെങ്കിലും മറ്റുള്ളവരൊക്കെ 16, 17, 18, 19 വയസ്സുള്ള യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളെയാണ് ലോകത്തിന് ഏറ്റവും പ്രസക്തമായ സന്ദേശങ്ങൾ നൽകുവാൻ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കുക. ഇന്ന് 14 വർഷങ്ങൾക്ക് ശേഷം അവരൊക്കെ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത ഇവരെല്ലാവരും വിവാഹിതരായി. പിന്നീട് അവർ കുട്ടികളായി. ഇപ്പോൾ ചിലർക്കൊക്കെ അവർ മുത്തച്ഛനും മുത്തച്ഛയും ഒക്കെയായി. അത്രയും വർഷക്കാലം പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഇവർ സ്വീകരിച്ച് തലമുറകളിലേക്ക് ഈ സന്ദേശങ്ങൾ അവർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ ദിവസവും വൈകുന്നേരം മെഡ്ജുഗൊരെ ടൈം 6:40 പരിശുദ്ധ അമ്മ ഈ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ആദ്യ വർഷങ്ങളിൽ എല്ലാ 6 കുട്ടികൾക്കും പരിശുദ്ധ അമ്മ ഈ സമയത്ത് പ്രത്യക്ഷപ്പെടുമായിരുന്നു. അവർ ഒന്നിച്ചുള്ള സമയത്ത് അവർ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടും. അവർ വിവിധ സ്ഥലങ്ങളിലാണ്, അവരെവിടെയാണോ അവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷം. ഇതാണ് മെഡ്ജുഗൊരിയിലെ ഒരു പ്രത്യേകത. പിന്നീട് ഏതാനും നാളുകൾക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ കുട്ടികൾക്ക് വ്യത്യസ്ത രീതിയിലാക്കി പരിശുദ്ധ അമ്മ രൂപപ്പെടുത്തി. ഓരോ സന്ദേശങ്ങളുടെയും പൂർത്തീകരണം എപ്രകാരം നടക്കുന്നുവോ ഓരോ പൂർത്തീകരണം അനുസരിച്ച് പരിശുദ്ധ അമ്മ സന്ദേശങ്ങളും ക്രമപ്പെടുത്തുകയുണ്ടായി. 3 പേർക്ക് എല്ലാ ദിവസവും തുടർച്ചയായി പരിശുദ്ധ അമ്മ വൈകുന്നേരം 6:40 പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. 3 പേരെ ഡെയിലി അപ്പരീഷന് വേണ്ടി അമ്മ തിരഞ്ഞെടുത്തു. അത് 40 വർഷം തുടർന്നു പോവുകയാണ്. ഡെയിലി അപ്പരീഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് സ്വർഗം മെഡ്ജുഗൊരിയിലെ പ്രത്യക്ഷപ്പെടലുകൾ ക്രമീകരിച്ചിരിക്കുക. മിരിയാന എന്ന് പറയുന്ന സഹോദരിക്ക് എല്ലാ മാസവും 2-ാം തീയതി പബ്ലിക് അപ്പരീഷൻ നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ. മിരിയാന എല്ലാ മാസവും 2-ാം തീയതി ബ്ലൂ ക്രോസിൻ്റെ അടുത്ത്, മലയിൽ ബ്ലൂ ക്രോസിൻ്റെ അടുത്ത് വരുമ്പോൾ പരിശുദ്ധ അമ്മ നിർണായകമായ ഇടപെടലുകൾ എല്ലാ മാസവും കഴിഞ്ഞ 40 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൾക്ക് എല്ലാ മാസവും സന്ദേശം ലഭിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഒരാൾക്ക് ഈശോയുടെ ജനന തിരുനാൾ ദിവസം ക്രിസ്മസ് നാളിൽ വർഷത്തിലൊരിക്കലായി അപ്പരീഷൻ പരിശുദ്ധ അമ്മ ചുരുക്കി. ഒരാൾക്ക് വർഷത്തിലൊരിക്കൽ ക്രിസ്മസിൻ്റെ അന്ന് ഈ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ സന്ദേശം നൽകി. മറ്റൊരാൾക്ക് പരിശുദ്ധ അമ്മ സന്ദേശം നൽകുവാൻ തിരഞ്ഞെടുത്ത ദിവസം ജൂൺ മാസം 24-ാം തീയതിയാണ്, വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം. ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മെഡ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ആരംഭിച്ചത് 1981 ജൂൺ മാസം 24-ാം തീയതി വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസമാണ്. എത്രമാത്രം വിശുദ്ധ സ്നാപക യോഹന്നാനും ഈശോയും പരിശുദ്ധയമ്മയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈശോയുടെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ പ്രത്യേകമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തീരുമാനിച്ചു. അങ്ങനെ 6 പേരുടെയും ദൈവികമായ ഇടപെടൽ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വിവിധ സമയങ്ങളിൽ, ചിലർക്ക് എല്ലാ ദിവസവും, ഒരാൾക്ക് മാസത്തിലൊരിക്കൽ, 2 പേർക്ക് വർഷത്തിലൊരിക്കലായി മാറ്റി ക്രമീകരിച്ചു. ഇപ്രകാരം എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികൾ ഒരാളാണ് വിസ്ക. വിസ്ക എന്ന് പറയുന്നത്, ഞങ്ങൾ മെഡ്ജുഗൊരിയിൽ പോകുവാനായിട്ട് ദൈവം അനുവദിച്ചപ്പോൾ വിസ്കയുമായിട്ട് സംസാരിക്കുവാനും വിസ്കയുടെ സന്ദേശങ്ങൾ ശ്രവിക്കുവാനും ദൈവം അനുവദിച്ചു. 1981 അതുകൊണ്ട് 17 വയസ്സ് പ്രായമുണ്ടായിരുന്ന വിസ്ക ഇപ്പോൾ അവൾക്ക് 55 വയസ്സിൽ കൂടുതലുണ്ട്. ഇന്നും മെഡ്ജുഗൊരിയിൽ കടന്നു വരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കുകയും ഏറ്റവും ലളിതമായ ഭാഷയിൽ നല്ല സാഹോദര്യത്തോടു കൂടി, ഏറ്റവും സ്നേഹത്തോടു കൂടി അവൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ വിസ്ക കടന്നു വരുന്ന തീർത്ഥാടകരുമായി പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 6 ദർശനം ലഭിച്ച വ്യക്തികളിൽ 4 പേരും മെഡ്ജുഗൊരിയിൽ തന്നെ താമസിക്കുന്നു. അതിൽ ഒരാൾ ഇറ്റലിയിലേക്ക് മാറി, മറ്റൊരാൾ അമേരിക്കയിലാണ് ജീവിക്കുക, ഇവാൻ. അങ്ങനെ 4 പേര് മെഡ്ജുഗൊരിയിൽ തന്നെ ഇപ്പോഴുമുണ്ട്. 2 പേര് ഓരോരുത്തരും, ഒരാൾ ഇറ്റലിയിൽ, ഒരാൾ അമേരിക്കയിലേക്ക് മാറി അവരുടെ ശുശ്രൂഷ തലങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ മുറുകെ പിടിച്ച് ലോകത്തിന് വലിയ മാതൃകകൾ നൽകി സന്ദേശങ്ങൾ കൈമാറി ഈ വലിയ ദൗത്യം, എന്താണ് ദൗത്യം? ഈ ലോകത്തെ നിത്യരക്ഷയിലേക്ക് എത്തിക്കുക എന്ന പരിശുദ്ധ അമ്മയുടെ ദൗത്യവും അതിൽ പങ്കുകാരായി സന്ദേശങ്ങൾ ലോകത്തിന് നൽകി തങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനും ഇത്രയും വർഷക്കാലം
സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗരിയിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ട ഉടനെ നൽകിയ സന്ദേശമാണ്. അമ്മ പറഞ്ഞു, ഐ ഹാവ് കം ടു ടെൽ യു ദാറ്റ് ഗാഡ് എക്സിസ്റ്റ്. ദൈവം ഒരു യാഥാർത്ഥ്യമാണെന്നും ദൈവം ഇന്നും ജീവിക്കുന്ന സത്യമാണെന്നും ലോകത്തോട് പറയുന്നതിന് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ സന്ദേശമാണ്. കാരണം മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയം ലോകം തിന്മയ്ക്കെതിരെ അത്രമാത്രം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എത്തയിസം, നിരീശ്വരവാദം ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ദൈവമില്ല എന്ന ആ എത്തയിസ്റ്റിക് ചിന്താഗതി ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം. സെക്കുലറിസം ലോകത്തെ കാർന്നു തിന്നുന്ന സമയം. കമ്മ്യൂണിസം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി തെറ്റായ ബോധ്യങ്ങൾ പ്രചരിപ്പിച്ച് കമ്മ്യൂണിസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തിനെതിരായി പ്രവർത്തിച്ച് കൂട്ടം കൂട്ടമായ ആളുകളെ ദൈവവിശ്വാസത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരുന്ന വേദനാജനകമായ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെടുകയും അമ്മയുടെ പ്രഥമ സന്ദേശം, ഐ ഹാവ് കം ടു ടെൽ യു ദാറ്റ് ഗാഡ് എക്സിസ്റ്റ്, ദൈവം ഇന്നും ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ജീവിക്കുന്ന സത്യമാണ്. ആയതിനാൽ ദൈവത്തെ വിസ്മരിച്ച് ഈ ലോകത്തിൻ്റെതായ ചില ആദർശങ്ങൾക്ക് പുറമേ പോയി സാത്താൻ്റെ സാമ്രാജ്യമായ നരകത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് തിന്മയുടെ അടിമത്തത്തിൽ ചെന്നെത്താതെ ദൈവത്തെ ലക്ഷ്യമാക്കി ദൈവത്തിൻ്റെ അസ്തിത്വം സത്യമാണെന്ന ഉറപ്പോടുകൂടി ജീവിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിൽ ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഒരുപക്ഷെ ദൈവം ഉണ്ടോ എന്ന് ചിന്തയാകാം. ദൈവമുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ദൈവമുണ്ടെങ്കിൽ ഇപ്രകാരമുള്ള ഈ നാച്ചുറൽ കലാമിറ്റീസൊക്കെ സംഭവിക്കുമോ? ദൈവമുണ്ടെങ്കിൽ തിന്മ ഇത്രമാത്രം പെരുകുമോ? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ, സംശയങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ അമ്മ നേരിട്ട് നമ്മോട് സംസാരിക്കുക. ദൈവം ജീവിക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ പാടില്ല. ഈ ലോകത്തിൽ സാത്താൻ വെച്ചിരിക്കുന്ന പല കെണികളും ദൈവം ഇല്ല എന്ന് മനുഷ്യനെ ധരിപ്പിക്കുന്ന കെണികളാണ്. അതിൽ വീണുപോകരുത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സാമ്രാജ്യത്തിലേക്ക് നിത്യകാലം ജീവിക്കുവാൻ, കടന്നു വരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ച് ജീവിക്കുവാൻ പാടില്ല എന്ന ശക്തമായ താക്കീതാണ് മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ ആദ്യമായി നൽകിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ദൈവം ക്രമീകരിച്ചിരിക്കുന്ന നിത്യ സത്യങ്ങൾ, അതായത് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇവയെല്ലാം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പരിശുദ്ധ അമ്മ മെഡ്ജുഗരിയിലെ മിഷണറിമാർക്ക്, അവരിൽ ചിലർ 2-3 പേരെ ഈ നിത്യസത്യങ്ങളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതൊക്കെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ മെഡ്ജുഗരിയിൽ ചെന്നപ്പോൾ വിസ്ക പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. വിസ്ക പറഞ്ഞു, വിസ്കയും വേറെ 2 പേരും കൂടെ അവരുടെ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ സാധാരണ പ്രത്യക്ഷപ്പെടുന്ന പോലെ അവരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അമ്മ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കിന്ന് നിത്യസത്യങ്ങൾ കാണിച്ചു തരാൻ പോവുകയാണ്.
അതായത് സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, ഇവയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ ഇവരുടെ കയ്യിൽ പിടിച്ചു. പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ച ഉടനെ തന്നെ അവർ പറയുകയാ, അവർ നിന്നിരുന്ന വീടിൻ്റെ മേൽക്കൂര താനെ തുറന്നു. ഇത് ഇന്നും ജീവിക്കുന്ന വ്യക്തികളുടെ അനുഭവമാണ്. ഇതൊരു ദർശനമല്ല, ഇതൊരു സ്വപ്നമല്ല. നമ്മളെപ്പോൾ കാണുന്നത് പോലെ അമ്മ ഒരാൾ നമ്മുടെ കയ്യിൽ വന്ന് പിടിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ മേൽക്കൂര, നമ്മളൊക്കെ ഒരു ഗേറ്റ് തുറന്നു പോകുന്ന പോലെ മേൽക്കൂര അങ്ങ് തുറക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഇവർ മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ ഉയർന്ന് അവരെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ കൊണ്ടുചെല്ലുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വേദനിക്കുന്ന അനേക ആത്മാക്കൾ അവർ ചെയ്ത പാപത്തിൻ്റെ കറകളെല്ലാം അഗ്നിയിൽ ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മെഡ്ജുഗുരിയിലെ പല സന്ദേശങ്ങൾ ആവർത്തിച്ച് നമ്മോട് ആവശ്യപ്പെടുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണ് എന്നും ഈ ലോകത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കറ ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയിൽ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയുള്ളൂ എന്നുമുള്ള യാഥാർത്ഥ്യം, സഭ പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ അമ്മ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഇങ്ങനെ അവരെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മ വീണ്ടും അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്വർഗത്തിൻ്റെ ആനന്ദവും അവരവിടെ കാണുകയാണ്. സ്വർഗം കാണിച്ചു കൊടുത്തപ്പോൾ, ഇത് സ്വർഗമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന അനുഭവമായിരുന്ന ബിസ്ക വെളിപ്പെടുത്തുക. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 3 പേരാണല്ലോ പോയത്. അവരിൽ ഒരാൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് സ്വർഗമാണെങ്കിൽ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടാകുമോ? കാരണം ആ വ്യക്തിയുടെ, അവളുടെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു. വല്യമ്മച്ചിയാണ് അവളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അവൾ ആ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ, സ്വർഗമാണല്ലോ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്, എൻ്റെ അമ്മ ഇവിടെ ഉണ്ടോ? എനിക്ക് എൻ്റെ അമ്മേനെ ഒന്ന് കാണാൻ സാധിക്കുമോ? പരിശുദ്ധ അമ്മയോട് ചോദിച്ചു. അപ്പോൾ പിന്നീട് പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, മോളെ, നിൻ്റെ അമ്മ ഇവിടെയുണ്ട്. അവൾ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ സന്തോഷവതിയാണ്. ഞാൻ നിൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ അവളുടെ അമ്മയെ കൊണ്ടുവന്നു. അമ്മയും മകളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. ബിസ്ക പങ്കുവയ്ക്കുക. ഞങ്ങൾ അന്ന് അവിടെ കടന്നു ചെല്ലുമ്പോൾ അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്. കൂടെ ഉണ്ടായിരുന്ന ഈ സഹോദരി മരിച്ചുപോയ അമ്മയോട് സംസാരിച്ചു. അമ്മ എന്തൊക്കെ പറഞ്ഞെന്ന് പോലെ അവൾ പറഞ്ഞു തന്നു. പറഞ്ഞത് ഇപ്രകാരമാണ്. അമ്മ പറഞ്ഞു, മോളെ, നിന്നെ വെല്ലുമിച്ചിയാണല്ലോ നോക്കുന്നത്. വെല്ലുമിച്ചിയെ നീ എപ്പോഴും അനുസരിക്കണം. നീ വെല്ലുമിച്ചിയോട് തറുതലിയൊന്നും പറയരുത്. അങ്ങനെ വെല്ലുമിച്ചിയോട് നീ എപ്പോഴും അനുസരണമുള്ള നല്ല മകളായി ജീവിക്കണമെന്ന് അമ്മ ഈ മകളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സ്വർഗത്തിൽ നിന്ന് ഇവളുടെ അമ്മ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. മോളെ, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് മുടക്കരുത്. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും നിനക്ക് അർപ്പിക്കാൻ അവസരം ലഭിക്കുമ്പോൾ മടി കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ബലിയർപ്പണം നീ മുടക്കരുത്. ശുദ്ധ ബലിയാണ് മോളെ നിന്നെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അങ്ങനെ വീണ്ടും വേറെ പല കാര്യങ്ങളും അവളുടെ അമ്മ സംസാരിച്ചതിൽ നിന്ന് പിസ്ക ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യമുണ്ട് സഹോദരങ്ങളെ. ഇതൊരു ശാസ്ത്രത്തിനോ നമ്മുടെ ഈ ലോകത്തിലെ ഏതെങ്കിലും സയൻസിനോ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും ഇത് വിവരിച്ചു തരാൻ സാധിക്കില്ല. പച്ചയായ മനുഷ്യൻ്റെ ഈ യുവജനങ്ങളുടെ അവരുടെ അനുഭവമാണ് ഇവർ പങ്കുവെച്ച് നൽകുന്നത്. ഒരു സ്വർഗത്തിലേക്ക് പോകുന്നതും സ്വർഗം കാണുന്നതും ശുദ്ധീകരണ സ്ഥലം കാണുന്നതും സ്വർഗത്തിൽ അവിടെ മരിച്ചുപോയ അമ്മ ഇന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ ലോകത്തിൻ്റെതായ കണ്ണുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അന്ധരായി പോകും. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഇവയൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ദൈവ
അനുഭവത്തിലേക്ക് ആനയിക്കപ്പെടുവാനും നമുക്ക് സാധിക്കും. കാരണം ഇതൊന്നും കള്ളമല്ല, ഇതൊന്നും തെറ്റായ കാര്യങ്ങളല്ല, മിഥ്യയല്ല, ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമുക്ക് മുൻപിൽ മെഡ്ജുഗരിയിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. പിന്നെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നരകം കണ്ടയുടനെ ഇവരൊക്കെ വിറച്ച് അവർ ബോധം കെട്ടു പോകുന്ന അവസ്ഥയിലായി. എന്നിട്ട് ബിസ്ക പറഞ്ഞ ഇപ്രകാരമാ, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഞങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ട്, അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ചതുകൊണ്ട് ഞങ്ങൾ വീണുപോയില്ല. അതുകൊണ്ട് മക്കളെ, നരകം ഒരു പ്രാവശ്യം പോലും നോക്കാൻ പോലും സാധിക്കാത്ത ഭീകരം നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവർ പറയുന്നു, അമ്മ ഞങ്ങളെ കാണും, ഞങ്ങൾ ഒന്നുപോലും നോക്കാൻ പറ്റില്ല, ഞങ്ങൾ തല കുമ്പിട്ട് നിന്നു. കാരണം ആ ഭീകരത ഞങ്ങളെ അത്രമാത്രം വിറകൊള്ളിച്ചു. അതുകൊണ്ട് വിസ്ക പറഞ്ഞു തരുന്നത് ഇത്രമാത്രം. പരിശുദ്ധ അമ്മ അവരോട് പറഞ്ഞു, മക്കളെ, ഇന്ന് ലോകത്തുള്ള അനേകം ജനങ്ങൾ സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ചില പുരോഹിതർ പോലും ഈ സ്വർഗവും നരകമൊക്കെ ഈ ലോകത്താണ്, ഇവിടെയാണ്, വേറൊരു നരകമൊന്നുമില്ല എന്നൊക്കെ തെറ്റായ ടീച്ചിങ്സ് ഇന്ന് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസ സത്യങ്ങൾ സത്യമായി പഠിപ്പിക്കേണ്ടവർ പോലും വിശ്വാസ സത്യങ്ങളിൽ വെള്ളം ചേർത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സിദ്ധാന്തങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യവും നിങ്ങളുടെ ചെവികൾ കൊണ്ട് കേട്ട കാര്യവും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുന്ന, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും ലോകത്തിന് നിങ്ങൾ ഇവ സത്യമാണ് എന്ന് വെളിപ്പെടുത്തി ഈ ലോകത്തിൻ്റെ തെറ്റായ ആദർശങ്ങളിൽ നിന്ന്, തെറ്റായ ചിന്തകളിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിച്ച് സ്വർഗത്തിൻ്റെ മഹനീയതയും നിങ്ങൾ കണ്ട സത്യമായ കാര്യങ്ങളും ഇവയൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാ നിങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും ഭൂമിയിലേക്ക് അമ്മ കൊണ്ടുപോയി അതേ മുറിയിൽ അമ്മയോടൊപ്പം കടന്നു ചെന്ന അനുഭവം ബിസ്ക അതോടൊപ്പം മറ്റ് ഈ സന്ദേശം ലഭിച്ച മക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അവർ പറഞ്ഞിരുന്ന ഇപ്രകാരമാണ്, ഇതൊരു സ്വപ്നമല്ല, ഇതൊരു ദർശനമല്ല, ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ഒരു യാത്രയായിരുന്നു എന്ന് ആ മക്കൾ പങ്കുവയ്ക്കുന്നു. നമ്മുടെ അപ്പനോടും അമ്മയോടും കൂടെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പോകും, തീർത്ഥാടനത്തിന് പോകും, നമ്മൾ ഒന്നിച്ച് വണ്ടിയെ കയറിയിരിക്കും, നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഇതുപോലെ അമ്മയോടുള്ള ഒരു യാത്രയായിരുന്നു സ്വർഗത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും നരകത്തിലേക്കും എന്ന് ഈ മെഡ്ജുഗൊരിയിലെ സന്ദേശം ലഭിച്ച മക്കൾ പങ്കുവയ്ക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗൊരി സന്ദേശങ്ങൾ വളരെ ശക്തമാണ്. ലോകമില്ല എന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നും ലോകം അരുതെന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ചെയ്യേണ്ടവയാണ് എന്നും ലോകം നിഷേധിക്കുന്ന സത്യങ്ങൾ സ്വർഗത്തിലുണ്ട് എന്നും മെഡ്ജുഗൊരി സന്ദേശങ്ങൾ ശക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ വഴികളിൽ കാണുന്നതൊന്നും ഒരുപക്ഷെ സ്വർഗത്തിൻ്റെ വഴികളിൽ കാണാൻ സാധിക്കില്ല. സ്വർഗത്തിൻ്റെ വഴികളിൽ കാണുന്ന പലതും ഈ ലോകത്ത് കാണുവാൻ സാധിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മെഡ്ജുഗൊരിയിൽ നൽകുന്ന ശക്തമായ സന്ദേശം, I have come to tell you that God exists. ദൈവം ജീവിക്കുന്ന സത്യമാണെന്ന് ഈ ലോകത്തോട് പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന പരിശുദ്ധ അമ്മയുടെ ആ സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അമ്മ സത്യമായും വെളിപ്പെടുത്തുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയ സത്യങ്ങളെ ഹൃദയത്തിൽ മുറുകെ പിടിച്ച് നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള മെഡ്ജുഗൊരി സന്ദേശം ഈ നിമിഷം നമുക്കും സ്നേഹപൂർവ്വം ഏറ്റെടുക്കാം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ പങ്കുവച്ച് ഞാൻ പറഞ്ഞു, ലോകത്തിന് സ്വർഗം നൽകുന്ന ഒരുപക്ഷെ അവസാനത്തെ പ്രകടമായ അടയാളമായിരിക്കാം മെഡ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളോടുകൂടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.